വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കുന്നു. എങ്ങനെയുണ്ട്? കേട്ടോളൂ നിങ്ങൾ. സക്കരിയ സലാഹി പറയട്ടെ. തൗഹീദിന്റെ ആയത്തോതിയിട്ട് മുജാഹിദുകൾക്ക് വയലുറന്നു കൊടുക്കുക. സ്വാഭാവികമായും ആളുകൾ വിചാരിക്കും നമ്മൾ ശിർക്കിലേക്ക് എത്തിപ്പോയി കേട്ടോ. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും. പഠിച്ചു വെച്ചോ. എന്താ ഈ പറയണത്? അപ്പൊ ആദ്യം തന്നെ മുജാഹിദുകളിൽ ഒരു വിഭാഗം പച്ചയായ ശിർക്കിലേക്ക് ഖുറാഫാത്തിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് പറയാ. എന്നിട്ട് ഖുറാഫികൾക്കെതിരെ ആയത്തൊക്കെ അങ്ങോട്ട് ഓതുക. ഇതാപ്പോ മുജാഹിദ് പ്രസ്ഥാനം നടന്നുകൊണ്ടിരിക്കണേ. ഈ ആയത്തൊക്കെ ഇങ്ങനെ ഓതുക, റബ്ബി ഓതുക, ഇയ്യാക നഅ്ബുദു ഓതുക. ഇതാ ഇവരുടെ അവസ്ഥ. അങ്ങനെ മുശ്രിക്കും കാഫിറുമാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അനുയായികൾ പറയാണത്രേ, മുജാഹിദിന്റെ അനുയായികൾ പറയുന്നത് എന്താണെന്നറിയോ? മുജാഹിദ് മൗലവിമാർക്കാർക്കും ഇപ്പോ പരലോകത്തിൽ വിശ്വാസമില്ല. പടച്ചോനെ, നമ്മൾ പണ്ടേ പറഞ്ഞതാണ് ഇവരുടെ പ്രവർത്തനം കാണുമ്പോൾ അത് ശരിയല്ല, ഇവർക്ക് ഇതിലൊന്നും കഥയില്ല, ഇവര് മുസ്ലിമികളെ മുശ്രിക്കും കാഫിറുമാക്കുകയാണ്. പക്ഷെ ഇപ്പൊ ഇവരുടെ അനുയായികൾ തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത്? മുജാഹിദ് പ്രസ്ഥാനത്തിലെ മൗലവിമാർക്കാർക്കും പരലോകത്തിൽ വിശ്വാസമില്ല. കേട്ടോളൂ, മുജാഹിദ് തന്നെ പറയട്ടെ. മൊത്തത്തിൽ ആളുകൾ ഇപ്പൊ നിങ്ങൾ മൗലവിമാർക്ക് ആർക്കും പരലോകത്തിൽ വിശ്വാസമില്ല, എന്നാ പിന്നെ ഞങ്ങളൊക്കെയാ നല്ലത്. ഇത് കേൾക്കുമ്പോ എന്തൊരു വിഷമുണ്ട് എന്നറിയോ? ഭയങ്കര വിഷമല്ലേ? ഭയങ്കര വിഷമാണ് ഇവർക്ക് ഇത് കേൾക്കുമ്പോ. ഇവർക്കാർക്കും പരലോകത്തിൽ വിശ്വാസമില്ല. അപ്പൊ എന്താ കാരണം? എന്താ അറിയോ സഹോദരന്മാരെ? ഖുർആനും സുന്നത്തിന്റെ പേര് പറഞ്ഞ് സാധു ജനങ്ങൾക്ക് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന ദുർവ്യാഖ്യാനം അത് മതമാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇവർക്ക് ഖുർആൻ അനുസരിച്ച് പറയാൻ കഴിയോ? ഹദീസ് കണ്ടാ ഓതാൻ പറ്റുമോ? പറ്റൂല എന്നാ സക്കരിയ പറയുന്നത്. എന്ത് വേണം? ഒരു ഹദീസ് കണ്ട ആരംഭ റസൂലിന്റെ ഒരു ഹദീസ് കിട്ടിയാൽ അത് വഴല് പറയണമെങ്കിൽ, ജനങ്ങൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കണമെങ്കിൽ ആദ്യം മുജാഹിദ് പ്രസ്ഥാനത്തിലെ യോഗത്തിലിട്ട് വോട്ടിനിട്ട് തീരുമാനിച്ചെങ്കിലേ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് മൂപ്പര് പറയാ, ഇന്നിപ്പോ മുജാഹിദിനെ പുറത്താക്കിയതുകൊണ്ട് എനിക്കിപ്പോ ഇത് സ്വാതന്ത്ര്യം കിട്ടി, ഇതൊക്കെ ഒന്ന് പറയാൻ പറ്റുമല്ലോ, ഞാനൊന്ന് മിഠായി വിതരണം ചെയ്താലോ. സക്കരിയ പറയുന്നത് കേട്ടോളൂ. എനിക്കേതായാലും ഇപ്പൊ വിലക്കില്ലാത്ത കാലാണ്. പുറത്താക്കി എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, മിഠായി വിതരണം ചെയ്യണോ? സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണല്ലോ, ശ്വാസം വിടാലോ. ഇനിയിപ്പോ ഒരു ഹദീസ് കണ്ട KJU ചർച്ച ചെയ്തിട്ടേ പറയാൻ പാടുള്ളൂ എന്നില്ലല്ലോ. ആയത്തിനൊരു തഫ്സീർ സലഫ് സാലിഹികളെ ഗ്രന്ഥത്തിൽ കണ്ടാൽ അടുത്ത മീറ്റിംഗ് പറഞ്ഞിട്ട് വോട്ടിനിട്ട് പാസ്സായാലേ പറയാവൂ എന്നില്ലല്ലോ. എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കണം, ഒരു മിഠായി വിതരണം നടത്തിയാലോ എന്ന് ഞാൻ തമാശയായി ചോദിച്ചു. കണ്ടോ? അപ്പോ വോട്ടിനിട്ട് പാസ്സായെങ്കിലേ പറയാൻ പറ്റുള്ളൂ. അവിടെയാണ് മുജാഹിദ് ഉള്ളത്. ആ പ്രസ്ഥാനം, അതാ ഞങ്ങൾ പറയുന്നത്, ഈ പ്രസ്ഥാനത്തിന്റെ കഥ കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളല്ല, മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു, ഇതാ നവോത്ഥാനത്തിന്റെ ഈ നൂറ്റാണ്ടെത്തിയതോടുകൂടി അത് പൊളിഞ്ഞിരിക്കുന്നു എന്ന് അനസ് മൗലവി പറയാണ്. ആര്? മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ച ഭാഗം അനസ് മൗലവി പറയുന്നു വെച്ചു കൊടുത്തതാണ്. ഇബ്നു ഖൽദൂൻ തന്റെ മുഖദ്ദിമയിൽ പറഞ്ഞിട്ടുണ്ട്, ഭൗതിക പ്രത്യയശാസ്ത്രത്തിന് അല്ല നവോത്ഥാന സംഘടനകൾ. അദ്ദേഹം നടത്തിയ പ്രയോഗം അങ്ങനെയാണ്, നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ഒരു നൂറ്റാണ്ടിലധികം ആയുസ്സില്ല. ഇതാ ഇവിടെ ഒരു പ്രസ്ഥാനം നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട്, ആ നൂറ്റാണ്ട് എന്ന പ്രമേയവുമായി സമ്മേളനം നടത്തുകയാണ്. ഏതാണ് ആ പ്രസ്ഥാനം? പറയൂ. നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ടെന്ന പേരിൽ സമ്മേളനം നടത്തുന്ന ഇന്ന് കേരളത്തിലെ ഏക പ്രസ്ഥാനം അത് മുജാഹിദ് പ്രസ്ഥാനമാണെങ്കിൽ, ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 8ാം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രമേയത്തെ സൂചിപ്പിച്ചുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന കേരള നുദൂത്തുൽ മുജാഹിദീന്റെ പ്രവർത്തകർ, ISMന്റെ പ്രവർത്തകർ, MSMന്റെ പ്രവർത്തകർ, MGMന്റെ പ്രവർത്തകർ പോസ്റ്ററൊട്ടിച്ച് സ്റ്റേജ് കെട്ടിക്കൊടുത്ത് പ്രസംഗിക്കാൻ വിളിച്ചുകൊണ്ടുവരികയും അദ്ദേഹത്തിന് ആവശ്യമായത് മുഴുവനും ഒരുക്കി കൊടുക്കുകയും ഈ പ്രസ്ഥാനത്തിന്റെ സ്റ്റേജും പേജും അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുക്കുകയും ചെയ്ത്, അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ വളർന്നു വന്ന ആ വ്യക്തി തന്നെ പ്രസംഗത്തിൽ പറയുന്നത് നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ അത് ആ പ്രസ്ഥാനത്തിന്റെ പതനവുമാണ് എന്ന തരത്തിൽ ബോധിപ്പിക്കുന്ന പ്രസംഗം. 8ാം മുജാഹിദ് സംസ്ഥാന സമ്മേളനം, ആ സമ്മേളനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പതനത്തിന്റെ പ്രസ്ഥാനമാണെന്ന് കേൾക്കുമ്പോ, ഈ പ്രസ്ഥാനം പതനത്തിലാണെന്ന് കേൾക്കുമ്പോ, മുജാഹിദ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവർക്ക്, ഈ ആദർശത്തോട് സ്നേഹമുള്ളവർക്ക് വേദന ഉണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് വേദനയില്ല. ഞങ്ങൾ നേരത്തെ കരുതിയത് പതനത്തിന്റെ പ്രസ്ഥാനം തന്നെയാണ്. ഇത് യാതൊരു സംശയവും ഇല്ല. ഞാൻ പറയല്ല സക്കർ, ഇയാള് തന്നെ എന്തിനെ കുറച്ചുകൂടി നന്നാക്കി പറയട്ടെ. ബാലുശ്ശേരി അയാൾ പറയുന്നത് എന്താണെന്നറിയോ? ഇത് മുങ്ങുന്ന കപ്പലാണ്, ഉടനെ രക്ഷപ്പെട്ടോളൂ, ഇത് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളല്ല, ബാലുശ്ശേരിയാ പറയുന്നത്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന മുജാഹിദുകളെ രക്ഷപ്പെടാൻ സമയമായിട്ടുണ്ട്. കേട്ടോളൂ, അയാൾ പറയട്ടെ. ഇന്നലെയും വിളിച്ചു ഞാൻ അവസാനമായി ഞാൻ പറഞ്ഞു, സ്നേഹത്തിന്റെ ഞാനേറെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു.
നിങ്ങൾ ആ കപ്പലിൽ നിന്ന് ചാടണം, മുങ്ങാൻ. ഒരൊറ്റ ഇഞ്ച് വിരലിന്റെ വലുപ്പത്തിലേനും കടലിൽ മുങ്ങാളു. മുങ്ങാണ്, മുങ്ങി ഇനി ഒരു ഒറ്റ ഇഞ്ച് അത്രേ പൊന്തിക്കുള്ളൂ, ബാക്കിയൊക്കെ മുങ്ങിപ്പോയി. ചാടിക്കോളി മൂപ്പർ ഇഷ്ടജനങ്ങളോട് പറഞ്ഞു എന്നാ പറയട്ടെ. ചാടിക്കോളി. ഇപ്പൊ ഇപ്പുറത്ത് നൂഹ് നബീന്റെ കപ്പലുണ്ട്, മാലിക് റഹ്മത്തുള്ളാഹി സുന്നത്തിന്റെ കപ്പല്. അത് നല്ല ഉഷാറില് തിരമാലയൊക്കെ അങ്ങനെ താണ്ടിക്കടന്നങ്ങനെ പോവുകയാണ്. ചാടിക്കടന്ന് സംഘടനല്ല, ലെറ്റർ പേടില്ല, ആളുമില്ല, അർത്ഥമില്ല, 10 ഉറുപ്പ് പിരിക്കാൻ പോലും ഇല്ലാത്ത മാർക്കറ്റിൽ അവിടെ ഇവിടെയൊക്കെ പല കച്ചവടവും ചെയ്യുന്ന സാധാരണക്കാർ. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങളോടൊക്കെ ഈ പരിപാടികളൊക്കെ ഇങ്ങനെ നടക്കും. ഇവിടെ നടന്നേ കായിടോ. അപ്പോ അത് മുങ്ങുകയാണ്. ഇത് കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു. 1 ഇഞ്ച് കൂടിയുള്ളൂ, രക്ഷപ്പെട്ടോളൂ. ആരാത് പറയുന്നത്? മുജാഹിദ് ബാലുശ്ശേരി. മുമ്പ് ഇയാൾ പറഞ്ഞത് എന്താ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച്? മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സമ്മാനമാണ്. മുമ്പ് പറഞ്ഞത് അങ്ങനെ. മുജാഹിദ് പ്രസ്ഥാനം നിങ്ങൾക്ക് ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അള്ളാന്റെ സമ്മാനമാണ് KNM, പടച്ചോന്റെ സമ്മാനമാണ് ISM, പടച്ചോന്റെ സമ്മാനമാണ് MSM, പടച്ചോന്റെ സമ്മാനമാണ് ഞങ്ങൾ. ഇത് പ്രസ്ഥാനം ഇവരൊക്കെ പടച്ചോന്റെ സമ്മാനമായിട്ട് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞു, പടച്ചോനെ വിചാരിച്ച് ഞങ്ങൾക്ക് ഈ സമ്മാനം വേണ്ട, ഇത് വന്നോടത്തേക്ക് തന്നെ പോയിക്കോട്ടെ എന്ന് ഞങ്ങളൊക്കെ ദുആയിരുന്നു. പടച്ചോൻ ആ ദുആ സ്വീകരിച്ചു. ഇന്നിത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ് മുജാഹിദ് പ്രസ്ഥാനം. അവിടെ നിന്നും വിട്ടു. ബാലുശ്ശേരി എന്നെ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ, നരകത്തിലേക്ക് പോകുന്ന പ്രസ്ഥാനാണിത്. മൂപ്പര് മൊബൈലിന്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അത് വിശദീകരിക്കുന്നു. കേട്ടോളൂ, എവിടെ എത്തിയെന്ന് അപ്പോൾ അറിയാം. ഒരു മൊബൈലാണ്, ഉദാഹരണത്തിന് ക്ലിക്ക് ചെയ്യാതെ പോലും ഒരു മൊബൈലാണ്. ഇത് മൊബൈലിന്റെ കവറാണ്, മേജിക് കാണിക്കൊന്നല്ല, പഠിച്ചോളി മനസ്സിലാക്കി. ഇതാണ് മൊബൈൽ, ഇതിനാണ് പ്രാധാന്യം. ഇത് താഴെ വീണ് ഉടയാതിരിക്കാനുള്ള സേഫ്റ്റിയാണ് ഈ കവർ. ഒരാൾക്ക് മൊബൈൽ പൊട്ടിയാലും മണ്ടിയില്ല, ചതഞ്ഞാലും മണ്ടിയില്ല, സിം കാർഡ് പോയാലും മണ്ടിയില്ല, ഇതിനൊന്നും പറ്റരുത് എന്നൊരു ടീം തീരുമാനിച്ചാലോ അതുപോലെയാണ് നമ്മൾ സംഘടന. എന്തിനാ? ഇത് പ്രൊട്ടക്ട് ചെയ്യാനാ. ഏതുപോലെ ജ്വല്ലറി പോയി, ജ്വല്ലറിയിൽ നിന്ന് 2 പവൻ സ്വർണം വാങ്ങി. അപ്പൊ ഒരു പെട്ടിയിലിട്ട് കൊടുത്തു, ഒരു ചുവന്ന കടലാസിൽ. ഒരുത്ത സ്വർണം കളഞ്ഞ് പെട്ടി മുറുക്കി പിടിച്ച്. ഓനെ പോലെ പെട്ടി ഈ ഭൂമിയിൽ വേറുണ്ടോ? ഇനി നിങ്ങൾ കേട്ടോ, ഓരോ കാര്യങ്ങൾ ഞാൻ എന്നെ സ്ട്രൈക്ക് ചെയ്തേ. ആദർശപരവും സംഘടനാപരവുമായ ഒരു തെറ്റ് ചെയ്താൽ ആജീവനാന്തം പുറത്ത്, ആദർശപരമായി തെറ്റ് ചെയ്ത 1 കൊല്ലം പുറത്ത്. നമുക്ക് ഏതാ വലുത്? ഇത് കൃത്യമായ രേഖയെന്ന് ഞാൻ വഹിക്കണേ, നിഷേധിക്കാനാവാത്ത രേഖയെന്ന്. ഏത്? ആദർശപരമായി ഗുരുതരമായ പാപം ചെയ്തു. ബുഖാരിയെ തള്ളിക്കളഞ്ഞു, ഹദീസ് നിഷേധിച്ചു, ഷഹാദത്ത് കലിമയുടെ 2ാം ഭാഗം നിഷേധിച്ചു, കൊച്ചാക്കി. അയാൾക്ക് 1 വർഷം പണിഷ്മെന്റ്. സംഘടനാപരമായി ചെയ്താലോ ആജീവനാന്തം പുറത്ത്. നമുക്ക് ആദർശാണോ വലുത്? സംഘടനയാണോ? എന്നെയും തിരിച്ചറിയുന്നില്ലേ? ആയിക്കോ പോയിക്കോ. എന്താ അതിന്റെ അർത്ഥം? മൂപ്പരനെ പറയട്ടെ. നിന്നെ കുറിച്ച് എന്നെ കുറിച്ച് അത് സമസ്തക്കാർക്കെതിരെ ഓതാനുള്ളതല്ല. സമസ്തക്കാർക്കെതിരെ ഓതിയെന്ന് ആയത്തിപ്പോ പറയാം. അത് സമസ്തക്കാർക്കെതിരെ ഓതാനുള്ളതല്ലടോ, അന്നെ കുറിച്ചും നിന്നെ കുറിച്ചുമാണ്, മുജാഹിദുകളെ കുറിച്ച് ഓതാനുള്ളതാണ്. എന്താ അതിന്റെ അർത്ഥം? വനുസ്ലിഹി ജഹന്നം വസാഅത്ത് മസീറ. ഇങ്ങനെയുള്ള മുജാഹിദുകളെ അല്ലാഹു നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും. പരിശുദ്ധ ഖുർആനാണ് പറയുന്നതെന്ന് ബാലുശ്ശേരി വിശദീകരിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിൽ അകപ്പെട്ടവരെ, നിങ്ങൾ രക്ഷപ്പെടാൻ സമയമായി, അല്ലെങ്കിൽ നിങ്ങൾ നരകത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് ഞങ്ങൾ പറയുന്നതല്ല, മുജാഹിദാണ് പറയുന്നത്. എത്രത്തോളം എന്നറിയോ? ഇയാൾ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. മുജാഹിദിന്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ ആകുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അതിനും നല്ല നരകത്തേക്ക് പോകലാണ്. എങ്ങനെയുണ്ട്? മൂപ്പരെങ്ങാനും പ്രസിഡന്റും സെക്രട്ടറി ആക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ നേരെ മലേഷ്യക്ക് പോകുന്ന പറഞ്ഞത്. കേട്ടോളൂ അയാളെന്ന് പറയട്ടെ. ഞാൻ എല്ലാവരോടും പറയുന്നത്, പടച്ചോൻ തൗഫീഖ് ചെയ്ത പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനം വെച്ച് നീട്ടി ഓടി മലേഷ്യയിൽ പോയി ഒളിക്കുകയാണ്. കാരണം നരകായിരിക്കും ചിലപ്പോ ഇതിന്റെ പേരിൽ. നരകായിരിക്കും. മുജാഹിദിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആകിയാൽ കിട്ടുന്നത് ഏതാ? നരകമായിരിക്കും. എവിടെ എത്തി മുജാഹിദുകൾ? ഞങ്ങൾ പറഞ്ഞതല്ല, മുജാഹിദ് മൗലവിമാര് പറഞ്ഞതാ. പൂർവീക മുസ്ലിമീകളെ കാഫറും മുശ്രിക്കുമാക്കിയ ആളുകൾക്ക് കാലം തിരിച്ചടി നൽകുന്നു. കാഫിറാക്കൽ കലാകാരന്മാർക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയാണിത്. ഈ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദല്ല, അത് സ്വർഗത്തിലേക്കല്ല, അത് നരകത്തിലേക്കാണ് നയിക്കുന്നത്. ഇഞ്ചാതി കളിക്കാനല്ലേ? പിന്നീട് ഇഞ്ചാതി കളിക്കാനല്ലേ? ഈ കോലത്ത് കളിക്കാനല്ലേ? ഓടിക്കോടി അറബിക്കല്ലേ കൊട്ട ചാട്ടം.
അറബിക്കടലിലേക്ക് ഒരൊറ്റച്ചാട്ടം ചാടിക്കോളി, ഇന്നാലും വേണ്ടില്ല പ്രസിഡന്റും സെക്രട്ടറി മുജാഹിദിന്റെ കമ്മിറ്റിയിൽ പെട്ടുപോകരുത്. സെക്രട്ടറി ആകുന്നതിൽ നിന്നെ രക്ഷിക്കണേ റബ്ബേ. ആമീൻ. നമ്മൾ ദ്വാരക്കും ചെയ്യുക, ആ ദ്വാരക്ക് ആമീൻ കൊടുക്കുക. മുജാഹിദുകളുടെ ദുരന്തമാണ് ഈ കേൾക്കുന്നത്. ഈ പ്രസ്ഥാനം എവിടെ എത്തിയത് നിങ്ങൾ ചിന്തിക്കണം. ഇതാ ഞങ്ങൾ പറയുന്നത്, ഇത് മുങ്ങുന്ന കപ്പലാണ്, അല്ല മുങ്ങിക്കഴിഞ്ഞ കപ്പലാണ്. അവശേഷിക്കുന്നവർക്ക് രക്ഷപ്പെടാൻ അല്പസമയവും കൂടി ശുദ്ധവായു ശ്വസിക്കാനുള്ള അവസരമുണ്ട്. ഇത് ഇസ്ലാമിക പ്രസ്ഥാനമല്ല, ഇത് മൗലവിമാരുടെ ദുർവ്യാഖ്യാന പ്രസ്ഥാനമാണ്. സഹോദരന്മാരെ, ഞങ്ങളെ വക ഒന്നും പറഞ്ഞിട്ടില്ല, മുജാഹിദുകളാണ് ഈ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. എവിടെയാണ് ഇവരെത്തിപ്പെട്ടിട്ടുള്ളത്, എന്താണ് ഇവരുടെ അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിക്കണം. മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. അയാൾ പറയുന്നത് എന്താ അറിയോ? പണ്ടൊക്കെ നമുക്ക് മുജാഹിദ് എന്ന് കേൾക്കുമ്പോ അഭിമാനമായിരുന്നു, ഇപ്പത് അപമാനമാണ്. അയാൾ ബുദ്ധിമുട്ടിക്കലും രാത്രി പാതിരാക്ക് വിളിച്ച് ചോദിക്കലും ഒക്കെ നടക്കുന്നു. അപ്പൊ ഞാൻ എത്ര അനുഭവിക്കുന്നുണ്ടാവും? എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അപമാനമായി നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് അഭിമാനമായിരുന്നു അത്. ഹലോ, പണ്ട് അഭിമാനമായിരുന്നു, ഇപ്പോ അപമാനമാണ്. സംസ്ഥാന പ്രസിഡന്റാ പറഞ്ഞത് മുജാഹിദ് എന്ന് കേൾക്കൽ തന്നെ അപമാനമായിരിക്കുന്നു ഇപ്പോ. വേറൊരു മുജാഹിദിന്റെ മടവൂർ ഗ്രൂപ്പിന്റെ തൗഹീദ് പഞ്ചറായി കിടക്കുകയാണ്. ഇനിയിപ്പോ അതിനെ കുത്തി നോവിക്കണില്ല, അത് കിടക്കട്ടെ. ഒരു സുല്ലമി, അബ്ദുസലാം സുല്ലമിയുടെ ഭാഷാരി തൗഹീദ് അനുസരിച്ച് CP ഉമർ സുല്ലമിയും ഗ്രൂപ്പും കാഫിർ ഇസ്ലാം എന്ന് പുറത്ത്. എന്താ കാരണം? അഭൗതികമായ രൂപത്തിൽ ബറക്കത്തെടുക്കൽ അനുവദനീയമാണ് എന്നാണ് അയാളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്, ഷബാബിൽ എഴുതിയിട്ടുള്ളത്. അബ്ദുസലാം സുല്ലമിയോ ബറക്കത്തെടുത്തുകൊണ്ട് രോഗശമനം തേടാൻ പാടില്ല, ശിർക്കാണ്, തൗഹീദിന് വിരുദ്ധമാകുന്നു. ചെറിയ മുണ്ടം അബ്ദുൽ മീദ് പറയുന്നു ജിന്നിനെ വിളിക്കുന്നതിന് കുഴപ്പമില്ല, അത് ശിർക്കല്ല. CP ഉമർ സുല്ലമിയുടെ ഗ്രൂപ്പ് പറയുന്നു അത് ശിർക്കാണ്, അത് തൗഹീദിൽ നിന്ന് പുറത്തുപോയതാണ്. നിങ്ങൾ ചിന്തിക്കണം. അബ്ദുസലാം സുല്ലമിയും അലി മദനിയും പറയുന്നു സിഹർ ബാധിക്കൂല. അപ്പൊ ബുഖാരിയിലുള്ള സിഹർ ബാധിക്കുമെന്ന് പറഞ്ഞ ഹദീസോ അത് ബാറോറയാണ്, തള്ളേണ്ടതാണ്, ഖുർആനെതിരാണ്, തള്ളപ്പെടണം. മടവൂർ ഗ്രൂപ്പിൽപ്പെട്ട റഊഹ് മദനി ഗ്രൂപ്പ് പറയുന്നു ആ ഹദീസിനൊരു കുഴപ്പമില്ല, അത് സ്വീകരിക്കണം, അത് തള്ളരുത്, പൂർവികരൊക്കെ സ്വീകരിച്ചതാണ്. മടവൂർ ഗ്രൂപ്പിന്റെ തൗഹീദ് പഞ്ചറായി ഗ്രൂപ്പും ഉപഗ്രൂപ്പുമായിട്ട് അവിടെ കിടക്കുകയാണ്. എഴുന്നേൽക്കാൻ വയ്യ, നമ്മൾ അതിനെ തൊടുന്നില്ല, അവിടെ കടന്നോട്ടെ. പക്ഷെ ഈ മൗലവി ഗ്രൂപ്പ് ആരോഗ്യത്തോടെ നിന്നിരുന്ന ഗ്രൂപ്പിന്റെ അവസ്ഥ എന്താ? മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലായി ദുരന്തപൂർണമായി മാറിയിരിക്കുന്നു. പിന്നെ എങ്ങനെ ഇപ്പൊ മുജാഹിദ് നിൽക്കുന്നത് എന്നറിയോ നിങ്ങൾ? മുജാഹിദ് നിലനിൽക്കുന്നത് ഒച്ചട്ടിട്ടാണ്. ഒച്ചട്ട് സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുക ഓരോരുത്തരും. മുജാഹിദിന്റെ സലഫി ഗ്രൂപ്പ് സക്കരിയ ഗ്രൂപ്പിനെ കാഫിറും മുശ്രിക്കുമാക്കുമ്പോ അവര് പറയുന്ന ഒരു പദമുണ്ട്. എന്താ? നമ്മൾ പറഞ്ഞല്ലോ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിക്കുന്നത് ശിർക്കല്ല എന്ന് സക്കരിയ സലാഹി പറയുമ്പോ സലഫി ഗ്രൂപ്പിന്റെ നേതാവ് അബ്ദുറഹ്മാൻ സലഫി പറയുന്നത്, അയാൾ ആക്രോശിക്കുന്ന രംഗം നിങ്ങളൊന്ന് കേട്ടോളൂ. അത് കേട്ടിട്ട് ഞാൻ അതിനെപ്പറ്റി പിന്നീട് പറയാം. ഇനി നമ്മൾ അബ്ദുറഹ്മാൻ സലഫി ഒന്നും കൂടി പറയട്ടെ. മൂപ്പരാണല്ലോ ഈ ദുഷ്പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആള്. അതിനു മുമ്പ് മൂപ്പരാക്ക ലാസ്റ്റ് ക്ലിപ്പ് ഒന്ന് ഇട്ടുകൊടുത്ത കള്ള ഹദീസും പിടിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് കേട്ടോ നിങ്ങൾ. മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓടിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവരാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്, ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്, ഹദീസ് പഠിപ്പിച്ചു തരാം. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. എങ്ങനെയുണ്ട്? ഇന്നലെ കരയുന്നു. ഞാൻ തലശ്ശേരി വന്നിട്ട് സക്കരിയാൻ എത്ര ഞാതിൽ നിർത്താൻ നോക്കിയെന്നറിയാവോ? എന്റെ കരളല്ലേ നിർത്താൻ. ഇപ്പൊ കണ്ടില്ലേ ശൈലി? കള്ള ഹദീസ് പിടിച്ച് നടക്കണ്ടടാ മുഹദ്ദിസേ, ഇങ്ങോട്ട് വാടാ. ഇതൊക്കെ ആരെ ശൈലിയാ? മുജാഹിദിന്റെ ശൈലി. വേറെ ആരതാ? ഞങ്ങളെ ശൈലിയല്ല, മുജാഹിദിന്റെ ശൈലി. എന്നാ നിങ്ങൾക്കറിയോ അബ്ദുറഹ്മാൻ സലഫി എന്ന മുജാഹിദ് നേതാവ് ഇങ്ങനെ ബഹളം വെച്ചാൽ അപ്പൊ മനസ്സിലാക്കണം മൂപ്പര കയ്യിൽ തെളിവില്ലാത്തത് കൊണ്ടാണ് ബഹളം വെക്കുന്നത്. അതിപ്പോ മാത്രമല്ല, പണ്ടേ മൂപ്പര് സുന്നികൾക്കെതിരിലൊക്കെ പ്രസംഗിക്കുമ്പോൾ നല്ല ഒച്ചത്തിൽ പറയും. ഉച്ചത്തിൽ പറഞ്ഞാൽ മനസ്സിലാക്കണം അവിടെ തെളിവില്ല എന്നാണ്. നമ്മൾ പറയല്ല, ഇയാളുടെ സഹോദരൻ ഉണ്ട് അബ്ദുള്ള സുല്ലമി, സുന്നികൾക്കെതിരിൽ വാദപ്രതിവാദത്തിന് ഇവർ രണ്ടാളും ഒന്നിച്ച് ഞങ്ങൾക്കെതിരിലൊക്കെ വന്നിരുന്നത് എനിക്കറിയാം. ആ അബ്ദുള്ള സുല്ലമി സ്വന്തം ജ്യേഷ്ഠൻ ഇയാളെ കുറിച്ച് പറയാണ്,
എന്റെ സഹോദരൻ അബ്ദുറഹ്മാന് വല്ലാതെ ഒച്ചട്ടാ മനസ്സിലാക്കണം, അവിടെ തെളിവുണ്ടാവൂല. ഞാൻ പറയല്ല, സക്കരിയ സലാഹിനെ പറയട്ടെ, ഇറങ്ങിച്ചിട്ടില്ല. ഇപ്പൊ പറയുന്നതാണ്, ഞമ്മക്ക് വിജനമായ സ്ഥലത്ത് വെച്ചാല് അള്ളാനെ വിളിച്ചാ പോരെ, മുഹദ്ദിസേ പഠിച്ചു വെച്ചോ, കള്ള ഹദീസല്ലോ. അല്ലെങ്കിൽ ഇയാളെ സഹോദരൻ പറയും, എന്റെ അബ്ദുറഹ്മാൻ വലിയ ഒച്ചട്ട മനസ്സിലാക്കാൻ അതിന് കാര്യമായി തെളിവുണ്ടാവില്ല. ഇതാ മുജാഹിദിന്റെ ഒച്ചട്ട് സ്ഥിരപ്പെടുത്താൻ നോക്കുക, തെളിവില്ല. എന്നാ സുന്നികളെ കഥ എങ്ങനെ? ഞാൻ പറഞ്ഞില്ല, സക്കരിയാനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചുതരാം. സുന്നികളെ വാദപ്രതിവാദം മുഖാമുഖം എന്നൊക്കെ പറഞ്ഞാലേ അത് സക്കരിയ പറയാ, അത് നിങ്ങൾ ജമാഅത്തേരേറ്റ് പോണ മാതിരി കാളമൂത്ര സാഹിത്യം വായിച്ചു പോയാ പോരാ, കിതാബ് കൊണ്ടുള്ള പരിപാടി, ആ കിതാബ് പഠിച്ചു പോകണം, അല്ലെങ്കിൽ തോറ്റു തൊപ്പിടേണ്ടി വരും. കേട്ടോളൂ സക്കരിയ പറയുന്നത്, കേട്ടോളൂ. അതുകൊണ്ട് നിങ്ങൾ ജമാഅത്ത് മുഖാമുഖത്തിന് ശംസുദ്ദീൻമാരത്ത് ഇവിടുന്ന് വന്ന് വണ്ടി ഇറങ്ങും, മജീസറായി ചിരിച്ചുകൊണ്ട് അക്കാറിലുണ്ടിറങ്ങും, മറ്റേ നിങ്ങൾ അങ്ങനെ മൂന്നാളും മൂന്ന് ഭാഗത്തുനിന്ന് സ്റ്റേജിൽ കയറണമാതിരി സുന്നികളായിട്ടുള്ള മുഖാമുഖത്തിന് പോകാൻ പറ്റൂല. ഇത് നിങ്ങളെ കാളമൂത്ര സാഹിത്യം വായിച്ച മുഖാമുഖത്ത് കിതാബ് നോക്കിയുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നമ്മൾ ഇരിക്കണം. വാദപ്രതിവാദത്തിനും മുഖാമുഖത്തിനും മുന്നോടിയായി ദിവസങ്ങളിരുന്ന് വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന ജമിയത്തുന്റെ പഴയകാല നേതാക്കൾ ഞങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെ ചെയ്യണം, സുന്നികളേറ്റ് ഇരിക്കണമെങ്കിൽ. അല്ലാതെ ആ കാളമൂത്ര സാഹിത്യം വായിച്ചിട്ട് പോയാ പോരാ, കിതാബോടുള്ള പരിപാടിയാണ്, അല്ലെങ്കിൽ തോറ്റു തൊപ്പിടേണ്ടി വരും. അത് നിങ്ങൾ നിർത്തണം. ഇതാ മുജാഹിദിന്റെ അവസ്ഥ. അപ്പൊ എന്തുണ്ടായി? സുന്നികളുമായി സംവാദത്തിന് വരെ മുജാഹിദുകൾ തോറ്റ് തൊപ്പിയിട്ടപ്പോ പറയാ, കിതാബിന് നമ്മൾ ഇരുന്ന് നല്ല നോക്കിയെങ്കിൽ തന്നെ ഇവരേറ്റ് മല്ലിടാൻ പറ്റുള്ളൂ. അതിന് ധൈര്യമില്ലാതായപ്പോ സക്കരിയ സലാഹി എന്ത് ചെയ്തു? അനസ് മൗലവി പറയുന്നത് കേട്ടോളൂ. പാലക്കാട് ജില്ലയിലെ മുജാഹിദിന്റെ കേന്ദ്രമാണ് എടത്തനാട്ടുകര. അവിടെ ഒരു മുഖാമുഖത്തിന് നിശ്ചയിച്ചു, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വിഷയത്തിൽ മുഖാമുഖം നടത്താമെന്ന് പറഞ്ഞപ്പോ സക്കരിയ സലാഹി ഞാൻ അതിനില്ല എന്ന് പറഞ്ഞു. എന്താ കാരണം? അവർക്ക് ധൈര്യമില്ല, വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, സുന്നികളേറ്റ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അനസ് മൗലവി പറയുന്നത് കേട്ടോളൂ. അതല്ല ഞങ്ങൾക്കുണ്ടായ വിഷമം. അതിനുശേഷം എടത്തനാട്ടുകരയിൽ ഒരു മുഖാമുഖത്തിന് ഡേറ്റ് കൊടുത്തു. ആ ഡേറ്റ് സംഘടിപ്പിച്ചപ്പോ അവിടെ കൊടുത്ത വിഷയം എന്തൊക്കെയാ? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം ഒന്നതായിരുന്നു. 2 സ്ത്രീ പള്ളി പ്രവേശം രണ്ടാമത്തെ വിഷയം അതായിരുന്നു. ഖുത്ബയുടെ ഭാഷ. ഇങ്ങനെ വിഷയം കൊടുത്തപ്പോ ഈ തൗഹീദിന്റെ ധ്വജവാഹകനും ഇന്നൂറിസത്തിന്റെ നായകനും മാത്രല്ല എന്താ പറയുന്നത്? അത് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന വിഷയം വേണ്ട, അവിടെ ഞങ്ങൾ ഇടപെട്ടത്. കണ്ടോ? പ്രാർത്ഥന അള്ളാഹു എന്നോട് മാത്രം എന്ന വാദം എന്ന വിഷയം വെക്കണ്ട. കാരണം സുന്നികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മുജാഹിദുകൾക്ക് തിരിഞ്ഞു വരാൻ തുടങ്ങി. സഹോദരന്മാരെ, ഇവരുടെ ഈ കപ്പൽ മുങ്ങിയിരിക്കുന്നു. വളരെ ശരിയാണത്. പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മുജാഹിദ് പ്രസ്ഥാനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. മുസ്ലിമീങ്ങളെ കാഫിറാക്കി, മുശ്രിക്കാക്കി. എത്രത്തോളം? കഴിഞ്ഞ ഒരു നൂറ്റാണ്ട്, നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ട് ആഘോഷിക്കുകയാണെന്നല്ലേ പറഞ്ഞത്. അതിന്റെയൊക്കെ കഥ പറയുകയാണെങ്കിൽ സമയമില്ല. അവരുടെ നേതാവ് TP അബ്ദുള്ള കോയ മദനി പറയുന്നത് എന്താ? ഒരു നവോത്ഥാനം പറയാ മൂപ്പര്, നമ്മളെ പ്രസ്ഥാനത്തിൽ തെസ്കിയത്ത് തീരെ ഇല്ല, ആത്മശുദ്ധില്ല. എന്നിട്ട് എന്ത് വേണം? മിമ്പറിൽ കയറി ഖുത്ബ പറയുന്ന കുറെ ആൾക്കാരുണ്ട്, ഓലൊക്കെ പിടിച്ച് താഴത്തേക്ക് ഇരുത്തണം, താഴത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളെ കൊണ്ട് ഖുത്ബ ഓദിച്ചണം. എന്താ ഉഷാറ്? എന്നിട്ട് ഈ ഇത് പ്രചരിപ്പിക്കുമ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, അത് ഓതുന്നവർക്ക് അത് ആദ്യമായിട്ട് അത് ബാധകമാണ്. ഇന്ന് നമ്മുടെ സംഘടനയിൽ ഞാൻ എന്നും പറയുന്നത് തെസ്കിയത്ത് ക്ലാസ് ഉണ്ടല്ലോ. തെസ്കിയത്ത് ക്ലാസ് കുറച്ച് അധികമാണ്. ഇനി ഒന്ന് തല തിരിഞ്ഞ് തെസ്കിയത്ത് നടത്തണം. തെസ്കിയത്ത് പ്രസംഗിക്കുന്നവരെ ഇരുട്ടിട്ടൊന്നും തെസ്കിയത്ത് പഠിപ്പിക്കും. അങ്ങനത്തെ കുറെ ആളുകളുണ്ട് പറയാം. അത് ചിന്തിക്കാൻ പറ്റുമോ നോക്കി നിങ്ങൾ. മെമ്പർമ കയറുന്നവനെ താഴത്ത് ഇറക്കിയിട്ട് താഴെ ഇരിക്കണോ മെമ്പർമ കയറട്ടെ, എന്നിട്ട് അള്ളാനെ പേരില്ലോ ഹുത്തുബ നടത്തട്ടെ. എങ്ങനെയുണ്ട്? അപ്പൊ മുജാഹിദ് മൗലവിമാർ, ഹുത്തുബോധന മൗലവിമാർക്കാർക്ക് ഒരു പേടിയില്ല, ഒരു കഥയില്ല. കേൾക്കുന്ന ആളുകൾ മേലെ കയറി ഹുത്തുബോധട്ടെ, അവര് താഴത്തേക്ക് ഇറങ്ങട്ടെ. എവിടെ എത്തി? അല്ലെങ്കിൽ തന്നെ പോലെ ഹുത്തുബന്റെ കഥ എന്താണെന്നറിയോ? പറയാൻ സമയമില്ല, എന്നാലും ഞാൻ സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം. അതൊക്കെ ഇൻഷാ അല്ലാഹ് മറ്റൊരു സ്ഥലത്ത് പറയാം. ഇവരെ നവോത്ഥാനത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുക ഒരു കൂട്ടര്, മറ്റേ കൂട്ടര് മടവൂർ ഗ്രൂപ്പ് പേര് നവോത്ഥാനത്തിന്റെ 90ാം വാർഷികം ആഘോഷിക്കണേ. രണ്ടു കൂട്ടരും ഉറൂസ് നടത്താം. ഒരു കൂട്ടർ 100 സെഞ്ചുറി ഉറൂസ, വേറൊരു കൂട്ടർ 90ാം ഉറൂസ. എത്ര പതായത് നൂൽക്കൂട്ട കാര്യം രണ്ടു കൊണ്ട് ശരിയല്ല. ശരിയായ രൂപത്തിൽ കൂട്ടിയ 88 വർഷം ഉണ്ടായിട്ട് ആയിട്ടുള്ളൂ. ഒരു കൂട്ടർ 90ാം ആഘോഷിക്കുന്നു, മറ്റൊരു 100 ആഘോഷിക്കുന്നു. എന്തപ്പോ ആഘോഷിക്കുന്നത്? നവോത്ഥാനം. എന്താ പോലെ നവോത്ഥാനം? പടച്ചോനെ പറയണ്ട. നവോത്ഥാനത്തിന്റെ കൂട്ടത്തിൽ വളരെ പ്രധാനമായി അവർ പറഞ്ഞൊരു കാര്യമാണ്, ഖുതുബ മലയാളത്തിലാക്കിയത് വലിയ സേവനമാണ്, വലിയൊരു നേട്ടാണ് എന്നാ.
അന്ന് നമ്മളെ ഉലമാക്കൾ പറഞ്ഞു അത് ശരിയല്ല, ആ ഖുത്ബയിൽ പങ്കെടുത്താൽ നിസ്കാരം സഹിയാവൂല, ജുമാ സഹിയാവൂല, ളുഹർ മടക്കേണ്ടി വരും. മുജാഹിദ് നവോത്ഥാനത്തിന്റെ കുപ്പായണിഞ്ഞ് നെഞ്ചും പിടിർത്തി ഇങ്ങനെ നടന്നു. എന്നിട്ട് ഇപ്പോഴോ പടച്ചോനെ 10-30 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് മുജാഹിദുകൾ ഇപ്പൊ കൂട്ടിപ്പിടിച്ച് കരയാണ്. ഓല പള്ളിയിലെ മലയാള ഖുത്ബന്റെ അവസ്ഥ കേട്ട് നിങ്ങൾ കേട്ടോളൂ, ഞാൻ പറയല്ല, സക്കരിയ പറയാണ്. എന്താണ്? ഖതീബ് മിമ്പറിൽ കയറുമ്പോ സദസ്സില് ആരുല്ല, വയസ്സന്നായിന്റെ തൊള്ളി നോക്കിയമാതിരി 4 ആളുണ്ട്. ഞാൻ പറയല്ല, കേട്ടോളൂ. നിങ്ങൾ നോക്ക് ജുമാന്റെ കാര്യം. ജുമാക്ക് എപ്പോഴാ വരിക? ഒട്ടകത്ത് അറുത്തുകൊടുത്ത കൂലി, പശുവിന് അറുത്തുകൊടുത്ത കൂലി ഒക്കെ പറയും. പക്ഷേ പിന്നെ ഇമാമ് ഖുത്ബക്ക് കയറുമ്പോ വയസ്സന്നായിന്റെ തൊള്ളേക്ക് നോക്കിയമാതിരി അവിടെ ഇവിടെയോ 4 ആളുണ്ടാവും. ആ മൂലക്ക് ഒരാൾ ഇവിടെ, ഒരാള് 2 ആള് ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ വരും വലിയ മുജാഹിദീങ്ങള്. ഖുത്ബ പകുതിയായി, ഖുത്ബ തീരാ 2ാം ഖുത്ബയായി, ഇങ്ങനെ തീരാറാവുമ്പോ ഇങ്ങനെ കയറി വരും. എന്താ അതുകൊണ്ട് കാര്യം? ഒരു കാര്യമില്ല. മുജാഹിദിന്റെ ഖുത്ബല്ലേ, ഒരു കാര്യമില്ല. മുജാഹിദിന്റെ ഖുത്ബയുടെ അവസ്ഥയാണ്. ആകെ 4 ആള്, വയസ്സന്നായിന്റെ തൊള്ളയിൽ എത്ര പല്ലാണ്ടാകുക? അത്ര ആളുകളെ ഓലെ പള്ളിയിൽ ഖുത്ബ ഓതുന്ന നേരത്ത് ഖത്തീബ് മിമ്പറിൽ കാര്യമുള്ളൂ എന്ന് പറഞ്ഞാല് പിന്നെ ഇവർക്ക് ഇതൊക്കെ പൂട്ടി വെച്ച് വേറെ വല്ല പണി നോക്കൂടെ? ആ മുങ്ങിക്കൊടുക്കുന്ന കപ്പലിക്ക് ചാടിക്കൂടെ? എന്നാ പേര് മുങ്ങിപ്പോയിക്കൂടെ? സഹോദരന്മാരെ, ഇനി വന്നോലെ സ്ഥിതി എന്താ? സക്കരിയ തന്നെ പറയുന്നു, വന്ന 4 ആളുടെ സ്ഥിതി എന്താന്ന് നിങ്ങൾ കൂർക്കം വലിച്ചുറങ്ങാണ്. ഇത്ര പെരു ഉറക്കം. ഓല ഉറക്കം തെളിയണമെങ്കിൽ ഹൗദ് കൊണ്ടുപോയിടേണ്ടി വരും. ഞാൻ പറയല്ല, സക്കരിയ പറയട്ടെ. വന്നാൽ തന്നെ എന്താ സ്ഥിതി? ഉറങ്ങാനായിട്ട് നീയത്താക്കി വരില്ല, ഇങ്ങനെ എത്തിയിരിക്കും. ഇങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞ ഞാൻ പത്ത വലിയ ആളല്ലേ, മൗലവി കുത്തുബിയിൽ ഉണർത്തി ഭയങ്കര മനസ്സിലായിരിക്കും. എന്റെ മുമ്പിൽ ഇറങ്ങി ഏത് മൗലവിയായാലും വേണ്ട, ആചാരായാലും വേണ്ട, ഞാൻ ഉണർത്തും. ഓരോടത്ത് മൂപ്പര് ഖുത്ബോദേക്കാണ്, എന്നാലും ഇവിടെ ഉറങ്ങനോടെ വന്ന് ഉണർത്തും. അപ്പൊ അത് ഖുത്ബ അല്ല, അവിടെ കലാപരിപാടിയാണ് നടക്കുന്നത്. എന്താ ഈ കേൾക്കണത്? എന്നിട്ട് പറയട്ടെ, ഖുത്ബനെ അവഹേളിക്കലല്ലേ അത്? മിമ്പറിന് കയറിയവൻ ആരാകട്ടെ ജുമാക്ക് നേരത്തെ വരൂല്ല, വന്നാ ഉറങ്ങും ചെയ്യാ. എന്താ പിന്നെ അവസ്ഥ? നമ്മളാളുകള് വെള്ളിയാഴ്ച ഇന്ന് ഉറങ്ങണ ചിലപ്പോൾ എടുത്തോണ്ട് അവന്ന് കൊണ്ടുവരേണ്ടി വരും, എന്നാലേ പിന്നെ മാറ്റുള്ളൂ. അങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ടാവും. ഭയങ്കര ഉറക്ക. വരുന്ന 4 ആളെന്നെ അറബി ഖുത്ബ തിരിയാത്തത് കൊണ്ട് ആളുകൾ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് അത് മലയാളത്തിലാക്കിയത്. ഈ മലയാള ഖുത്ബ, ഈ മലഞ്ചരക്ക് ഖുത്ബ കേട്ട് കേട്ട് മനുഷ്യന്മാരാകെ വിഷണ്ണരായി. മുജാഹിദ് ഖുത്ബക്ക് വരാതായി ഓല മലയാള ഖുത്ബയിലേക്ക്. നിങ്ങൾ ഓർക്കണം. എന്നിട്ട് വന്നോലെണ്ണ ഇരുന്ന് ഉറങ്ങുവാണ്. ഇനി വരുന്ന ഖത്തീബിന്റെ കഥ എന്താന്ന് അറിയുക? എൻട്രൻസ് തോറ്റാനത്ര ഖത്തീബ്. എൻട്രൻസ് പറഞ്ഞാല് അഫ്ളുൽ ഉലമന്റെ എൻട്രൻസ്, MBBS എൻട്രൻസ് അല്ല. അഫ്ളുൽ ഉലമന്റെ എൻട്രൻസ് പറഞ്ഞാൽ ഈ SSLC-നോട് സമാനമായ ഒരു കോഴ്സാ. ഒരു മദ്രസയിലെ 5ാം ക്ലാസിന്റെ ഒരു വിവരമൊക്കെ ഉണ്ടാവും, അറബിയിലുള്ള വിവരം, അത്രേ ഉള്ളൂ. അതിലും തോറ്റ ആളാണ് ബല ഖത്തീബ്. കേട്ടോളൂ. പല മഹല്ലുകളിൽ ഈ സ്ഥിതി എന്താണെന്നറിയോ? ഓൽക്ക് ഖുത്ബ എന്ന് പറഞ്ഞ ഒരു ചടങ്ങാണ്. അതൊന്ന് നടത്തി കിട്ടിയ ഏതെങ്കിലും എൻട്രൻസ് തോറ്റോനോ പ്രിലി തോറ്റോനോ എവിടെങ്കിലും തട്ടിമുട്ടിയ ഖത്തീബ് നമുക്കൊരു 100 റുപ്യക്ക് ഒക്കണ ഒരാളെ കിട്ടണമെന്നാ പറയാ. 100 റുപ്യക്ക് കിട്ടണ, അപ്പൊ 100 റുപ്യക്ക് ഒക്കണ ഒരു ഖത്തീബ് മതി. മുജാഹിദിന്റെ ഖത്തീബിന്റെ സ്ഥിതി അത്. ഇതാ പല നവോത്ഥാനം. എന്നിട്ട് ഈ മലയാളത്തിൽ ഓതി ഓതി സഹോദരന്മാരെ ആളുകൾ മടുപ്പിച്ച് അവരൊക്കെ വരാതായി. അപ്പൊ സക്കരിയ ചോദിക്കുക, ഞമ്മക്ക് നല്ല ഇതിലും നല്ല പഴയ നബാത്തി ഖുത്ബല്ലേ? നബാത്തി ഖുത്ബ എന്ന് പറഞ്ഞാൽ നമ്മളെ പള്ളിയിൽ ഉസ്താദ് ഇങ്ങനെ ആ കിതാബ് വായിച്ചുകൊണ്ട് മുന്നിൽ വെച്ചുകൊണ്ട് ഓതുന്ന ഖുത്ബണ്ടല്ലോ, നബാത്തി ഖുത്ബല്ലേ ഞമ്മക്ക് നല്ലത്? നവോത്ഥാനം പോണ പോക്ക് നോക്കുകൾ. നാട്ടിൽ നടക്കുന്ന തെറ്റുകൾ, വൃത്തികേടുകൾ, മുജാഹിദ് മഹല്ലുകളിലെ ജീർണതകൾ പറയാൻ തുടങ്ങിയ അവനോട് ഖുത്ബല്ല. പല പഴയ മുജാഹിദ് മഹല്ലിലെ സ്ഥിതി എന്താന്ന് നിങ്ങള്? മടവൂരിയും ജമായത്തും സുന്നിയും ഒക്കെ പാടലേനസ. ആ ഐക്യം പളിയുന്ന മാതിരി ഒരു പ്രസംഗം അവിടെ നടക്കൂല. പിന്നെ കോഴിക്കോട് ജില്ലയുടെ ഞങ്ങളെ ജില്ലന്റെ അങ്ങേ ഭാഗം നാദാപുരം, കല്ലാച്ചി, വാണിമേല്, അങ്ങനെയൊക്കെ കുറെ സ്ഥലമുണ്ട്, ചീക്കോന്ന്. ആ ഭാഗത്തൊക്കെ ഞാൻ പറയില്ല, ചില മഹല്ലുകളൊക്കെ സ്ഥിതി അതാ. അവിടെ ഐക്യം തകരാൻ പാടില്ല. 25 കൊല്ലായി മുജാഹിദ് പള്ളിയിലുണ്ടോ, എന്താ മുജാഹിദ് പ്രസ്ഥാനം എന്നറിയില്ല. ആ നാട്ടിൽ നടക്കുന്ന ഒരു തെറ്റിനെയും വിമർശിച്ചൊരു ഖുത്ബ അവിടെ പറ്റൂല, ഒരു പ്രസംഗം അവിടെ പറ്റൂല, ഒരു ക്ലാസ് അവിടെ പറ്റൂല. അപ്പോൾ എല്ലാവരും, എല്ലാ ശൈത്താന്മാരും ഒന്നാവും. ജമായത്തും സുന്നിയും മടവൂരിയും ലീഗും ഒക്കെ പറയും. നമ്മളൊക്കെ ലീഗല്ലേ? ചിലർത്തതാണ്, നമ്മളൊക്കെ കോൺഗ്രസ് അല്ലേ? അപ്പൊ ലീഗും കോൺഗ്രസിനും MES-ലും MSS-ലും ഒന്നേക്കാരം. അപ്പൊ പലർക്കും പറ്റാത്തത് പറഞ്ഞാൽ ഓലൊന്നാവും, എല്ലാ ശൈത്താന്മാരും ഒന്നാവും. എന്നിട്ട് ഖുത്ബക്കെതിലും ഖത്തീബിനെതിലും തിരിയും. അങ്ങനെ ഒരു ചടങ്ങ് ഇങ്ങനെ നടന്നു പോയാൽ മതി വെള്ളിയാഴ്ച ഖുത്ബ. ഇതിലും നല്ല നമുക്ക് നബാത്തി ഖുത്ബല്ലേ കൂട്ടരെ? അതല്ലേ നബാത്തി ഖുത്ബല്ലേ നമുക്ക് ഇതിലും നല്ലത്? വരട്ടെങ്ങനെ നോക്കുങ്ങൾ ഇവരുടെ അവസ്ഥ.
ഇവരുടെ ഹുതുബയുടെ നവോത്ഥാനത്തിന്റെ കോലാണിത്. ഇവരെ നിസ്കാരം പറയണോ? എന്താണ് സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ, ഇവരെ നിസ്കാരം ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച നിസ്കാരം സഹിഹല്ല. അവർ മദ്ഹബിൽ പറഞ്ഞ ഖുർആൻ വിരുദ്ധാണ് എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കാനും ഉളുണ്ടാക്കാനും പോയി പഠിച്ച കൂട്ടർക്ക്, പോയ ആളുകൾക്ക് ഖുർആന്റെ പേരിൽ സുന്നത്തിന്റെ പേരിൽ എന്ന് പറഞ്ഞ് പോയ ആളുകൾക്ക് ഇപ്പൊ ഉളുണ്ടാക്കാൻ അറിയില്ല, നിസ്കരിക്കാനും അറിയില്ല. സക്കരിയ പറഞ്ഞത് ഉളുണ്ടാക്കണ കോലം, മുജാഹിദ് ഉളുണ്ടാക്കണ കോലം കേട്ടോളൂ, കണ്ടോളൂ. ഒന്നുണ്ടാക്കണ കോലം തന്നെ ഇപ്പൊ എന്താ? ഒന്നുണ്ടാക്കി വന്നാൽ പല സ്ഥലത്തും നനഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. കൗതിലിങ്ങനെ ഇവിടെ ഒന്നും നനഞ്ഞുണ്ടാവില്ല. ഇനി 3 വട്ടം പറഞ്ഞിട്ടുണ്ടോ പൈപ്പിന്റെ ഓട്ടില് ഭർത്താൻ എങ്ങനെ പറയുണ്ടാവും? ഇതിപ്പോ എത്ര വട്ടാ? ഇതിപ്പോ എത്ര വട്ടാ? ഇത് 3 വട്ടായ. അങ്ങനെയെങ്കിലും കേൾക്കണം എന്ന് പറഞ്ഞാ റസൂലിന് കാലികളെങ്ങനെ ഒന്നായിട്ട് വെള്ളം മണ്ണ് ചവിട്ടിക്കൊണ്ടായി വലത്തെ കാലുക, ഇടത്തെ കാലുക, ഇടത് കൈ കൊണ്ട് പിടിച്ചു കയറുക, ഒന്നുമില്ല. ഒന്നുവിന്റെ കാര്യമൊക്കെ വളരെ അബദ്ധമാണ്. അതൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് അതെന്നെ പറയാം, ഒരു ദിവസം വേറെ വേണ്ടി. മുജാഹിദിന്റെ ഉദു ഒന്നും തീരെ ഉദു എടുക്കാനറിയില്ല. കാരണം എന്താ, ഇമാം ഷാഫി പഠിപ്പിച്ച ഉദു കിതാബിലൊക്കെ പറഞ്ഞത് ഖുർആൻ വിരുദ്ധാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഖുർആന്റെ സുന്നത്തിന്റെ ആളുകളാന്ന് പറഞ്ഞ് പോയ കൂട്ടരാ. ഇപ്പൊ ഉദുണ്ടാക്കാൻ അറിയില്ലത്രേ. ഒരു നൂറ്റാണ്ടായപ്പോഴേക്ക് ഉദുണ്ടാക്കാൻ കഴിയാതെയായി എന്നുള്ളതാണ് അവർ ചെയ്ത വലിയ നേട്ടം. ശരി, ഇനിയിപ്പോൾ വെയ്ക്കണമാതിരിയൊക്കെ ഉദു എടുത്തിട്ട് നിസ്കരിച്ചാൽ നിൽക്കുന്നാൽ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ നിസ്കരിച്ചാൽ നിൽക്കുമ്പോൾ മുജാഹിദ് നിസ്കരിച്ചാൽ നിൽക്കുന്നത് മൂരി മൂത്രം കുടിച്ച മാതിരി മേലക്ക് നോക്കിയിട്ടാണ് അത്രേ. ഞാൻ പറയല്ല, സക്കരിയ പറയാം, കേട്ടോളൂ. ഇനി നിസ്കരിക്കാനോ നിന്നാലോ 35 കൊല്ലായി ഞാൻ ഈ പള്ളി നിസ്കരിക്കുന്നവരോട് നിൽക്കാരം നോക്കണം. നിങ്ങൾ ഇങ്ങനെ ഏപ്പിട്ട് നോക്കിയിട്ട് മൂരി മൂത്രം കുടിച്ചാൽ ഇങ്ങനെ അങ്ങനെ നിസ്കരിക്കാൻ നിൽക്കണ്ടേ? അള്ളാഹുവിന്റെ റസൂല് തല കുനിച്ചിട്ടാ നിൽക്കുക. ശരിക്ക് ലെവലായി നിന്നിട്ട് തട്ടല് നിവർത്തി തല അല്പം കുനിച്ച് സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കണം. ഇതാ മുജാഹിദ്, നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ പഠിപ്പിച്ച ദീനും ശരീഅത്തും ശരിയല്ല എന്ന് പറഞ്ഞ് ഖുർആന്റെ സുന്നത്തിന്റെ മേലിൽ നടിച്ചു പോയ കൂട്ടരുടെ അവസ്ഥ ഇത്. ഇനി നിസ്കരിക്കാൻ നിൽക്കണ പോലെ നമുക്ക് ഇനി തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യാം. തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യാൻ നിൽക്കുമ്പോൾ എന്താണ്, സുന്നികളുമായി മുജാഹിദുകൾ വാദപ്രതിവാദം ചെയ്ത വിഷയമാണ് തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ എവിടെ വെക്കേണ്ടത്. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ 4 മദ്ഹബിന്റെ ഇമാമുകൾ 1250 കൊല്ലം വരെ മുസ്ലിമീങ്ങൾ അനുവർത്തിച്ചു വന്നത് എങ്ങനെ? ഒന്നുകിൽ കൈ പൊക്കിളിന്റെ മീതെ, അല്ലെങ്കിൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് പൊക്കിളിന്റെ താഴെ, അല്ലെങ്കിൽ മാലിക് ഇമാമിന്റെ ഒരേ അഭിപ്രായം അനുസരിച്ച് എവിടെയും കെട്ടണ താഴത്തിങ്ങനില്ല. ഇതല്ലാതെ നെഞ്ചത്ത് കൈവെക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി